കളിയൊക്കെ നോക്കിയുണ്ട് എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞു എന്നെ എലിന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. നമ്മൾ എന്താ തീക്കുരുത്തല്ലേ. ബിഗ് ടി വി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു സ്മോൾ ടി വി ആയിരുന്നു വന്നത്. അത് പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരുന്ന് പൊങ്കാലിടുന്നു. ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരുന്ന് കുത്തിത്തിരിക്കി പൊങ്കാലിടുന്ന ഈ അനിൽ അരൂരിനെ ലക്ഷ്മി പത്നി എന്താ പറഞ്ഞതെന്ന് അറിയാമോ? മാധ്യമ ലോകത്തെ രാജമൗലിന്ന്. ടെലിവിഷൻ മേഖലയിലെ രാജമൗലിയാണ് അനിൽ അരൂർ എന്ന് പറഞ്ഞത്. സുജയ റിപ്പോർട്ടർ ചാനൽ വിടുന്നുവെന്ന വാർത്തയ്ക്ക് കുറച്ചു കാലത്തെ പഴക്കമുണ്ട്. ഞാൻ പലപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്. ഇന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സുജയ എന്നോട് പറഞ്ഞു രാജിക്കത്ത് കൊടുത്തു. ചേട്ടൻ കറക്റ്റ് സമയത്താണ് വിളിച്ചത്, രാജിക്കത്ത് കൊടുത്തു എന്ന് സുജയ എന്നോട് പറഞ്ഞു. പാർവതിയെ ചെയ്യുന്ന ഒരുപാട് കോണ്ടന്റുകൾ, ഒരുപാട് ട്രോള്, മീം സാധനങ്ങളും കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു. ഇതില് അങ്ങനെ ബോഡി ഷെയിം ചെയ്ത് കമന്റ് ഇടുന്ന അല്ലെങ്കിൽ ട്രോൾ മീം ഉണ്ടാക്കുന്ന ആളുകളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അവർക്ക് നിങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ടായിരിക്കാം മേ ബി അവർ നിങ്ങളെ ഈ ഒരു രീതിയിൽ ട്രോൾ മെറ്റീരിയൽ ആക്കി കൊണ്ടുപോകുന്നത്. ഗൈസ്, സുജയ പാർവതിയെ കുറിച്ചിട്ട് എല്ലാവരും ട്രോളുന്നതായിട്ട് കണ്ടു. സുജയ പാർവതി എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഇത്രമാത്രം അധികം അതിക്രമിച്ചിട്ട് ട്രോളുന്നതും, സുജയ പാർവതി ചെയ്തത് ശരിയായില്ല, സുജയ പാർവതി അങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ പല ചാനലും ഞാൻ കാണാനിടയായി. അങ്ങനെ ഒരാൾ വ്യക്തിപരമായിട്ട് ഒരിക്കലും ബോഡി ഷെയിം ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സുജയ പാർവതി എന്ന് പറയുന്ന ന്യൂസ് റിപ്പോർട്ടറെ കുറിച്ച് മറുനാടൻ മലയാളി കഴിഞ്ഞ മാസം സുജയ പാർവതിയെ കുറിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സംസാരിച്ചിട്ടുള്ള ആ ഒരു ഭാഗം കൂടെ നമുക്ക് കേൾക്കാം. മാത്രമല്ല സുജയ പാർവതി സുനിത ദേവദാസ് എന്താണ് പറഞ്ഞുകൊണ്ട് അവരുടെ ചാനലിൽ അവര് അപ്ഡേറ്റ് ചെയ്തും നമുക്ക് അതിന്റെ കുറച്ച് പോർഷൻസ് നമുക്ക് കാണാം. അപ്പോ സുജയ പാർവതിയുടെ രാഷ്ട്രീയമോ സുജയ പാർവതിയുടെ സ്കിൻ ടോണോ മതമോ ഒന്നും ഇവിടെ നമ്മൾ പരാമർശിക്കുന്നില്ല. കാരണം ഒരു വ്യക്തി ആ വ്യക്തിയുടെ ന്യൂസ് പ്രസന്റേഷൻ സ്കില്ലിലാണ് ഇരിക്കുന്നത് കഴിവ്, അല്ലാതെ അദ്ദേഹത്തിന്റെ നിറത്തിലോ വലുപ്പത്തിലോ ആകൃതിയിലോ രൂപത്തിലെങ്കിൽ രാഷ്ട്രീയത്തിലോ അല്ല അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടർ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത്, ആ പ്രസന്റേഷനിലുള്ള കോൺഫിഡൻസ്, അതുപോലെ തന്നെ ആ ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ടീമിനെ എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്, അതിലൊക്കെയാണ് അവരുടെ ഒരു കഴിവ് എന്ന് പറയുന്നത്. പക്ഷേ സുജയ പാർവതി ഇതിനെ റെസ്പോണ്ട് ചെയ്ത രീതി അത് വേറെ രീതിയിലായിരിക്കാം. അത് സുജയ പാർവതിയുടെ രീതിയിലാണ് സുജയ പാർവതി അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും സുജയ പാർവതിയുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. സുജയ പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിരിച്ച് കളിച്ചുകൊണ്ടാണ് പലതിനെയും റെസ്പോണ്ട് ചെയ്യാറുള്ളത്. സുജയ പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിനിറ്റുകൾക്കുള്ളിൽ നിമിഷങ്ങൾക്കകം റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം അവർ ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. പലപ്പോഴും അവർ അരോഗന്റ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കേണ്ട ഒരു സ്ഥലമായിരിക്കില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം സുജയ പാർവതി ഇതിനെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തത്. ഇതിനെ പലരും ക്രിട്ടിസൈസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇതിനെ ട്രോളർമാർ വന്നുകൊണ്ട് ട്രോൾ ചെയ്യേണ്ടതോ ഒരു കാര്യമില്ല. കാരണം സുജയ പാർവതി എന്ന് പറയുന്ന വ്യക്തി ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്, ന്യൂസ് റീഡറാണ്. അവർക്ക് എപ്പോഴും സ്റ്റുഡിയോയിൽ കയറുന്ന സമയത്ത് അവരുടെ ലൈറ്റിംഗ് എഫക്റ്റ് അതുപോലെ തന്നെ അവിടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിനിപ്പോ സിനിമാ നടന്മാരോ സിനിമാ നടികളോ മേക്കപ്പ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ജേർണലിസ്റ്റ് ചിലപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത്. പല ബ്ലോഗേഴ്സ് പല കണ്ടന്റ് ക്രിയേറ്റർമാരൊക്കെ മേക്കപ്പ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഒരു ലൈറ്റിംഗ് എഫക്റ്റിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ എഫക്റ്റിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ സുജയ പാർവതിയെ ഈ രീതിയിൽ കീറി വലിച്ച് ട്രോളുന്നതിനോടോ അല്ലെങ്കിൽ മറ്റുള്ളതിനോടോ ഞാൻ യോജിക്കുന്നില്ല. സുജയ പാർവതി എന്നും തന്നെ നല്ല മികച്ച ഒരു ന്യൂസ് റീഡറാണ്. എന്നും സുജയ പാർവതിയുടെ ന്യൂസ് കേൾക്കട്ടെ. അതുപോലെ തന്നെ സുജയ പാർവതിക്ക് നല്ലൊരു കരിയർ ബിഗ് ടി വിയിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാത്രമല്ല സുജയ പാർവതി എന്ന് പറയുന്ന വ്യക്തി ന്യൂസ് റീഡ് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ അതിൻ്റെ ആ ഒരു ആംബിയൻസ് കൂട്ടേണ്ടതും കുറയ്ക്കേണ്ടതും വളരെ കൃത്യമായിട്ടും വളരെ കൃത്യമായിട്ട് സുജയ പാർവതിക്ക് അത് അറിയാം. സുജയ പാർവതിക്ക് അതിനുള്ള കഴിവുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, സ്കില്ലുണ്ട്. അതുകൊണ്ട് സുജയ പാർവതി ബിഗ് ടി വിയിൽ സുജയ പാർവതി കരിയർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 100% ഉറപ്പാണ്. 100% സപ്പോർട്ട് സുജയ പാർവതി. കണ്ടിന്യൂ, കീപ് ഗോയിങ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സുജയ പാർവതി ജേർണലിസ്റ്റിനെ ബോഡി ഷെയിം ചെയ്യുന്നത് ആ വ്യക്തി ആ സുജയ പാർവതിയുടെ ആ ഒരു മേക്കപ്പിനെ കുറിച്ച്, മേക്കപ്പിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ ക്യാമറയുടെ ആ ഒരു അഭാവത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റത്തെ കുറിച്ചാണ് കൂടുതൽ പേരും സുജയ പാർവതിയെ ഇപ്പോൾ ട്രോളുന്നതും അതുപോലെ തന്നെ സുജയ പാർവതിക്കെതിരെ റിയാക്ട് ചെയ്യുന്നതും. വളരെ വലിയ തോതിൽ തന്നെ സുജയ പാർവതിയെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാരണം സുജയ പാർവതി എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം ഓരോ ദിവസവും കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. ന്യൂസ് റീഡർ ആണല്ലോ, അപ്പോൾ ആ മുഖം കാണാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സുജയ പാർവതിയുടെ ആ ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ വൈറലായിട്ട് സുജയ പാർവതി റിയാക്ട് ചെയ്ത വീഡിയോ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയൊക്കെ നോക്കിയുണ്ട് എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞു എന്നെ എലിന്ന് വരെ വിളിച്ചു.
അതൊന്നും കാര്യമില്ല. നമ്മൾ എന്താ ഏട്ടാ? തീക്കുരുത്തല്ലേ. ഇനി നമുക്ക് മറുനാടൻ മലയാളി എന്താണ് സുജയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. സുജയ റിപ്പോർട്ടർ ചാനൽ വിടുന്നുവെന്ന വാർത്തയ്ക്ക് കുറച്ചു കാലത്തെ പഴക്കമുണ്ട്. ഞാൻ പലപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്. ഇന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സുജയ എന്നോട് പറഞ്ഞു, രാജിക്കത്ത് കൊടുത്തു, ചേട്ടൻ കറക്റ്റ് സമയത്താണ് വിളിച്ചത്, രാജിക്കത്ത് കൊടുത്തു എന്ന് സുജയ എന്നോട് പറഞ്ഞു. എന്നാൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യത്തിന് സുജയ കൃത്യമായ ഉത്തരം പറഞ്ഞില്ല. ഒരാഴ്ച ചില ക്ഷേത്രങ്ങളിലൊക്കെ പോവേണ്ടതുണ്ട്, വിശ്വാസമൊന്ന് ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്, അതിനുശേഷമായിരിക്കും തീരുമാനം. 2 ചാനലിൽ നിന്നും ഓഫറുണ്ട്, ന്യൂസ് മലയാളത്തിൽ നിന്നും ബിഗ് ടിവിയിൽ നിന്നും. എന്നാൽ സുജയ പറയാതെ പറഞ്ഞത് ബിഗ് ടിവിയിലേക്കാണെന്ന് തന്നെയാണ്. ഞാൻ ബിഗ് ടിവിയിൽ വിളിച്ച് അന്വേഷിച്ചു. സുജയ പാർവതി ബിഗ് ടിവിയിലേക്ക് വരുന്നു എന്ന് ഉറപ്പിക്കാൻ എനിക്ക് കഴിയും. സുജയ പാർവതിയുടെ വരവ് നിസ്സാരമായല്ല. മലയാളത്തിലെ ആദ്യത്തെ വനിതാ ടെലിവിഷൻ ചീഫ് എഡിറ്ററായാണ് സുജയ പാർവതി കടന്നു വരുന്നത്. കേരളത്തിലെ എല്ലാ ചാനലുകളുടെയും ചീഫ് എഡിറ്റർമാർ പുരുഷന്മാരാണ്. ആദ്യമായി ഒരു ചീഫ് എഡിറ്റർ വനിതയാവുന്നു, അത് സുജയ പാർവതിയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, തെലുങ്കിൽ ഏറെ പ്രശസ്തി നേടിയ ബിഗ് ടിവിയുടെ മലയാളം എഡിഷനാണ് കേരളത്തിൽ ആരംഭിക്കുന്നത്. അടുത്ത മാസം അത് ആരംഭിക്കും. സുജയ പാർവതിയുടെ വരവ് റിപ്പോർട്ടർ ചാനൽ താങ്ങുമോ എന്ന് കണ്ടറിയണം. അത്രയേറെ ശ്രദ്ധ നേടിയ അവതാരികയായിരുന്നു സുജയ പാർവതി. ഗുഡ് ഈവനിംഗ് സുജയ പാർവതി എന്ന പേരിൽ സുജയ ആരംഭിച്ച പരിപാടിക്ക് വലിയ സ്വീകാര്യതയായിരുന്നു. മറ്റെല്ലാ ചാനലുകളെയും റേറ്റിംഗിൽ മറികടക്കാൻ സുജയ പാർവതിയുടെ പരിപാടിക്ക് കഴിഞ്ഞു. കോഫി വിത്ത് സുജയ എന്ന പേരിൽ മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. മീറ്റ് ദി എഡിറ്റേഴ്സിന് പുറമെയാണ്. അങ്ങനെ റിപ്പോർട്ടർ ചാനലിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ, മിടുക്കിയായ, ഹാർഡ് വർക്കിംഗ് ആയ, വളരെ പ്രശസ്തയായ ഒരു അവതാരികയാണ് ഇപ്പോൾ റിപ്പോർട്ടറെ വിട്ടുപോകുന്നത്. എങ്ങനെ റിപ്പോർട്ടർ ചാനൽ ഇത് താങ്ങും എന്ന് കണ്ടറിയണം. സുജയെ പോലെ മാറ്റൊഴിക്കാൻ പറ്റിയ ഒരാളില്ലാതെ അരുൺകുമാർ എങ്ങനെ തന്റെ മിടുക്ക് വെളിയിലെടുക്കുമെന്ന് കണ്ടറിയണം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അരുൺകുമാറും അധികകാലം അവിടെ ഉണ്ടാവില്ല. ചില കമ്മിറ്റ്മെന്റുകളും കരാറുകളും ഉള്ളതുകൊണ്ട് തട്ടിമുട്ടി പോകുന്നത് മാത്രം. റിപ്പോർട്ടർ പോലൊരു ചാനലിൽ നല്ല മാധ്യമ പ്രവർത്തകർക്ക് ജോലി ചെയ്യുക പ്രയാസമാണ് എന്ന് അവിടെ ജോലി ചെയ്തവരെല്ലാം ഏകസ്വരത്തിൽ പറയുന്നത് തന്നെയാണ് അരുൺകുമാർ അവിടെ നിന്ന് പോന്നേക്കും എന്ന സൂചനയുടെ കാരണം. അതുപോലെ തന്നെ സുനിത ദേവദാസ് സുജയ പാർവതിയെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് അതും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ബിഗ് ടിവി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു സ്മോൾ TV ആയിരുന്നു വന്നത്. അത് പെണ്ണുങ്ങളുടെ ഇടയിലിരുന്ന് പൊങ്കാലിടുന്നു. ഈ പെണ്ണുങ്ങളുടെ ഇടയിലിരുന്ന് കുത്തിത്തിരിക്കി പൊങ്കാലിടുന്ന ഈ അനിൽ അയിരൂരിനെ ലക്ഷ്മി പത്നി എന്താ പറഞ്ഞതെന്ന് അറിയാമോ? മാധ്യമ ലോകത്തെ രാജമൗലി എന്ന്. ടെലിവിഷൻ മേഖലയിലെ രാജമൗലിയാണ് അനിൽ അയിരൂർ എന്നാണ് പറഞ്ഞത്. അപ്പോ അതൊക്കെ കേട്ട് ഞാൻ രോമാഞ്ചം കൊണ്ടിരുന്ന രോമാഞ്ചമായിരുന്നു എനിക്കതൊക്കെ കേട്ടപ്പോ. അത്രയൊന്നും ഇല്ലെങ്കിൽ ഒരു സത്യനന്ദിക്കാടെങ്കിലും ആയിരിക്കുന്നു ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നേ. ഇപ്പൊ നോക്കിയേ, അനിൽ അയിരൂരും സുജയ പാർവതിയും മാധ്യമ ലോകത്തെ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനുമായി മാറിപ്പോയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്റെ പൊന്നും കുരിശു മുത്തപ്പ, ഞാനിത് ഈ പൊങ്കാലയുടെ ഒരു ദൃശ്യം കണ്ടിട്ട് പറയല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താണ് ഈ ബിഗ് ടിവിയിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ സാധനം വെച്ച് നോക്കുന്നുണ്ടായിരുന്നേ. ഇറാനിൽ അയത്തുള്ള വധിക്കപ്പെട്ട ദിവസമാണ് ഇവർ സംപ്രേഷണം ആരംഭിച്ചത്. പ്രധാനപ്പെട്ട ഒരു ഇന്റർനാഷണൽ ബ്രേക്കിംഗ് നടക്കുമ്പോൾ എന്തൊരു ശോകമായിരുന്നു ആ റിപ്പോർട്ടിംഗ് അറിയാമോ? ഒരുത്തിനും വിവരമില്ല, എങ്ങനെ ഒരു അന്താരാഷ്ട്ര വിഷയം റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതൊക്കെ പോട്ടെ, രാജമൗലിയുടെ TV സ്ക്രീൻ എന്ന് പറയുന്നത് പഴയ ദൂരദർശൻ പോലെ. എടേ ആ ക്യാമറയിലെ ലെൻസിലെ എണ്ണയെങ്കിലും ഒന്ന് തുടച്ചിട്ട് വാർത്ത വായിക്കുമെന്ന് പറയാൻ തോന്നുന്ന അത്ര ഒരു ബ്ലറായിട്ട് എന്തൊക്കെയോ ക്ലാരിറ്റി ഇല്ലാത്ത ദൃശ്യം. ഞാനിപ്പോ ഐഫോണിലാണ് വീഡിയോ ചെയ്യുന്നത്, എന്ത് ക്ലാരിറ്റി ഉണ്ട്? അതിന്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത എന്തോ വിഷയം. അവർക്ക് സൗണ്ടിന്റെ ക്വാളിറ്റി ഇല്ല, ഉപയോഗിക്കുന്ന ഫോണ്ട്, കളറ്, ഗ്രാഫിക്സ് എല്ലാം ശോകം. ആകെ ദാരിദ്ര്യം പിടിച്ച സ്റ്റുഡിയോ. അതൊക്കെ പോട്ടെ, സ്ക്രീനിൽ വരുന്ന ഒരുത്തനും ഈ വിഷയം മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. 5 മിനിറ്റ് സുജയ്ക്ക് പോലും കഴിഞ്ഞില്ല. ഇതാണോടെ രാജമൗലിയുടെ സിനിമ? ഇതൊക്കെയാണോ നീ കണ്ട രാജമൗലിയുടെ? അത് ഏത് സിനിമയുടെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അലിൻ ജോസ് പെരേരയുടെ മ്യൂസിക് ആൽബം അല്ലേ? അല്ലാതെ ഇതിലെങ്ങനെയാ രാജമൗലിയുടെ സിനിമ വരുന്നതെന്നാണ് എന്റെ സംശയം. ആറാട്ടണ്ണന്റെ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇതിലും കിടിലൻ സംഗതിയാന്ന് പറയാതിരിക്കാൻ പറ്റൂല. എന്നിട്ട് ആദ്യ ദിവസം തന്നെ റിപ്പോർട്ടർ TVയുടെ മീറ്റ് എഡിറ്റേഴ്സ് അടിച്ചു മാറ്റിയിട്ട് ഇവരെല്ലാം കൂടെ ഒരു തരം താണ അനുകരണം നടത്തിയേ. റിപ്പോർട്ടറിന്റെ കോപ്പി അടിയെന്നൊന്നും ശരിക്കും പറയാൻ പറ്റില്ല. കാരണം എന്താ, റിപ്പോർട്ടർ തന്നെ മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് കോപ്പി അടിച്ചതാണ്. പക്ഷെ കോപ്പി അടിക്കാൻ ഒരു ബുദ്ധി വേണം. നമുക്ക് എന്തും കോപ്പി അടിക്കാം. മനോരമേനെ മംഗളത്തിന് കോപ്പി അടിക്കാം, മംഗളത്തിന് മനോരമയെ കോപ്പി, അത് ബുദ്ധി വേണം. റിപ്പോർട്ടർ ഔട്ട് ഓഫ് ഫോക്കസ് കോപ്പി അടിച്ചെങ്കിൽ അതിന് സ്വന്തമായിട്ട് ഒരു രസം, ഒരു രീതി, ഒരു എഡിറ്റോറിയൽ തീരുമാനമൊക്കെ ഉണ്ടായിട്ട് അത് കുറച്ച് രസകരമായി നമുക്ക് കാണാവുന്ന പ്രോഗ്രാം തന്നെ. എപ്പോഴും സത്യം പറഞ്ഞാല് എനിക്കിപ്പോ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഏറ്റവും ഇഷ്ടം ആൻഡോ അഗസ്റ്റിനെയാ. മുതലാളി ശരിക്കും ഇപ്പൊ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ഏത് ജേർണലിസ്റ്റുകളെക്കാളും നല്ല രസമായിട്ടൊക്കെ രാഷ്ട്രീയം പറയുന്നുണ്ട്. കൊള്ളാം മോനെ. രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഈ ബിഗ് TV മീറ്റ് ദ എഡിറ്റേഴ്സ് കോപ്പി അടിച്ചപ്പോ അനിൽ അയിരൂര് ആൻഡോ അഗസ്റ്റിനെയും കൂടി കോപ്പി അടിക്കാനുള്ള ഒരു വിഫല ശ്രമം അങ്ങോട്ട് നടത്തിയിട്ട് ഈ പാനലിന്റെ നടുക്ക്, ജേർണലിസ്റ്റുകളുടെ നടുക്ക് കയറി ഞെളിഞ്ഞിരുന്നു. അപ്പോ സുജയ പൊങ്കാലിടുമ്പോ
അനിൽ അരൂർ തിക്കി തിരക്കി അരി വാരിയിടുന്ന പോലെ ജേർണലിസ്റ്റുകളുടെ ഇടയ്ക്ക് ഇടിക്കുക. ശരിക്കും അനിൽ അരൂർ ഒരു ജേർണലിസ്റ്റ് അല്ല, ബിഹൈൻഡ് ദ സ്ക്രീനിലൊക്കെ പണിയെടുക്കുന്ന ഒരു ടെക്നീഷ്യനും അത്യാവശ്യം ബിസിനസ് അറിയാവുന്ന, പരസ്യം പിടിക്കാവുന്ന, പണം ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളാണ്. ആ മനുഷ്യനാണ് പുള്ളയെ ആൻഡോ അഗസ്റ്റിനെ കണ്ടിട്ട് മോട്ടിവേഷൻ കയറിയിട്ട് ജേർണലിസ്റ്റുകളുടെ കൂടെ ചർച്ചയ്ക്ക് ചാടി കയറിയിരുന്ന് ചർച്ച ചെയ്ത് തേഞ്ഞു പോയിടാ. ഞാൻ ശരിക്കും കണ്ടു. ഇപ്പോൾ ഇതിൽ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സുജയ പാർവതിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഇതില് സുജയ പാർവതിയെ ബോഡി ഷെയിം ചെയ്യുന്ന ഒരുപാട് കോണ്ടന്റുകൾ, ഒരുപാട് ട്രോള്, മീം സാധനങ്ങളും കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു. ഇതില് അങ്ങനെ ബോഡി ഷെയിം ചെയ്ത് കമന്റ് ഇടുന്ന അല്ലെങ്കിൽ ട്രോൾ മീം ഉണ്ടാക്കുന്ന ആളുകളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അവർക്ക് നിങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ടായിരിക്കാം മേ ബി അവർ നിങ്ങളെ ഈ ഒരു രീതിയിൽ ട്രോൾ മെറ്റീരിയൽ ആക്കി കൊണ്ടുപോകുന്നത്. പക്ഷെ നിങ്ങൾ ക്രിറ്റിസിസം ആയിട്ട് എങ്ങനെ എടുത്തുള്ളതാണ് എനിക്ക് അറിയാത്ത സുജയ പാർവതി. നിങ്ങൾക്ക് മേക്കപ്പ് ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ മേക്കപ്പിന്റെ കാര്യം ഇതേപോലെ കമന്റ് ബോക്സിൽ കുറെ പേര് കമന്റ് ഇടുമ്പോൾ അതെങ്ങനെ ക്രിറ്റിസിസം ആവും? നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്താ നിങ്ങളെ പ്രേക്ഷകരോട്? മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് നിങ്ങൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത്, എസ്പെഷ്യലി സ്റ്റുഡിയോ ഫ്ലോറിനകത്തുള്ള കാര്യമായിട്ട് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പറയുന്നത്, അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്ന ടൈമില് ക്യാമറ ഫ്രെയിമിൽ കൃത്യമായിട്ട് നിങ്ങളുടെ മുഖം വളരെ എന്താ പറയാ പ്ലസന്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടാനോ വേണ്ടിയിട്ട് എന്നുള്ള രീതിക്ക് മാത്രമാണ് ഈ മേക്കപ്പ് യൂസ് ചെയ്യുന്നതാണ് എന്നോട് പേഴ്സണലി ടച്ചപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതേപോലെ ഷോക്ക് പോകുന്ന സമയത്ത് മേക്കപ്പ് ചെയ്യാൻ ചേട്ടന്മാര് ഞാൻ ചോദിക്കാറുണ്ട്, ചേട്ടാ ഓക്കെ ആണോ? അപ്പൊ പറയാ സൈഡ് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്നത്, അത് അവരുടെ കളറും അവരുടെ ബാക്കി കാര്യങ്ങളും ക്യാമറയിൽ അവരുടെ ഫ്രെയിമിൽ കൃത്യമാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് കൺസിഡർ ചെയ്യാറും. ഞാൻ മോസ്റ്റ്ലി ടച്ച് ചെയ്യാറില്ല, ടച്ച് ചെയ്യാൻ സമ്മതിക്കാറില്ല. ഞാൻ എങ്ങനെയാണോ നോർമലായിട്ട് അങ്ങനെ കയറിയിരിക്കാറാണ് പതിവ്. ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് 24/7 പരിപാടി പിന്നെ ബിഗ് ബോസിന്റെ ഒരു എൻട്രി ചെയ്യുന്ന സമയത്തും അല്ലാതെ ഞാൻ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ ഒരു ഷൂട്ട് ഒരു ഷൂട്ടും അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് പേഴ്സണലി ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ നിങ്ങൾ കാണിക്കാനാണ് എനിക്ക് പേഴ്സണലി താല്പര്യം. അങ്ങനെ നടക്കാനാണ് എനിക്ക് താല്പര്യം. ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിച്ച് എൻഹാൻസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല. കളർ ചെയ്യും, താടിയൊക്കെ ഇടയ്ക്ക് ഒന്ന് വേറെ എന്തെങ്കിലും ഷേപ്പ് പരീക്ഷിക്കും. പിന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് കളിച്ചൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മേ ബി ടാൻ അടിച്ചു പോകാൻ വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്യാറുണ്ട് ഭയങ്കരമായിട്ട്. അത് വീട്ടിൽ തന്നെ സ്ക്രബിന്റെ പാക്ക് ഉണ്ടാവും. സ്ക്രബ് ഇട്ടിട്ട് വരച്ചിട്ട് പോവാണ്. അതൊരു തോന്നാണ് വരച്ചാൽ പോകും, ഡെഡ് സ്കിന് പോകുന്നതുകൊണ്ട് വാഷ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്നേഹ. സ്നേഹ എല്ലാ ബ്യൂട്ടി പ്രൊഡക്ട്സും ഉപയോഗിക്കാറുണ്ട്. പുറത്തു പോകുന്ന സമയത്ത് മൊത്തം ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉപയോഗിച്ച് മേക്കപ്പ് ഇട്ടിട്ടാണ് സ്നേഹ പോവാറ്. അവരുടെ പേഴ്സണൽ താല്പര്യം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ് മേക്കപ്പ് വേണ്ടേ അല്ലെങ്കിൽ അവരതിൽ ഇൻസെക്യൂർ ആണോ സെക്യൂർ ആണോ അവരുടെ പേഴ്സണൽ താല്പര്യമാണ് ഒരു വ്യക്തിയുടെ മേക്കപ്പ് വേണോ വേണ്ടെന്നുള്ളത്. ഹാർംഫുൾ എഫക്ട്സ് ഒക്കെ അവര് പിന്നെ ജീവിതത്തിൽ അവരങ്ങോട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതായത് അവരായിട്ട് വരുത്തി വെച്ചല്ലോ എന്നുള്ള രീതിക്ക് എല്ലാ പ്രൊഡക്ട്സും സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രൊഡക്ട്സും സേഫ് അല്ല. ഒക്കെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പണിയാണ്. എസ്പെഷ്യലി ഈ സിനിമാ നടന്മാർ അല്ലെങ്കിൽ ഈ എന്താ പറയാ മൂവി സെലിബ്രിറ്റീസ്, എന്റർടൈൻമെന്റ് സെക്ടറിലുള്ള സെലിബ്രിറ്റീസിനേക്കാൾ കൂടുതൽ ഇവരുടെ ലൈഫിൽ ഈ ന്യൂസ് റീഡേഴ്സിന്റെ ലൈഫിലാണ്, അതും ന്യൂസ് പ്രസന്റേഴ്സിന്റെ ലൈഫിൽ, ജേർണലിസ്റ്റുകൾ ന്യൂസ് പ്രസന്റ് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ കാണുന്ന സുജയ പാർവതിനെ പോലുള്ളവർക്കാണ് ഈ ഒരു മേക്കപ്പിന്റെ ഒരു വിഷയം ശരിക്കും ലൈഫിൽ വരാൻ പോകുന്നത്. കാരണം അവര് എപ്പോഴും ഫ്ലോറിൽ വരുന്ന സമയത്ത് മേക്കപ്പ് അഴിച്ചു അവരുടെ സ്കിന്നിനെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇവര് എന്താ പറയാ ഈ അത് പറയണമായിരുന്നു. ക്യാമറയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ലൈറ്റ്സ് ഫ്രെയിമിൽ കൃത്യമാവാനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മേക്കപ്പ് ഉപയോഗിക്കുന്നത്. അതിന്റെ കോൺഫിഡൻസിന്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മയോ അല്ല, അല്ലെങ്കിൽ അത് ക്രിറ്റിസിസമായിട്ട് നിങ്ങൾ പറയരുത്. പറഞ്ഞ ആ രീതിയിൽ ആളുകൾ പറയുന്നതിന് പകരം ഇതൊരു മാതിരി അത് വലിയ പ്രശ്നമുള്ള പോലെ, അത് മേക്കപ്പിന്റെ പോരായ്മയുള്ള പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നതുകൊണ്ട് റോങ് ഇൻഫർമേഷൻ സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടാണ്. സ്ത്രീകളാണ്, സ്ത്രീകളാവുമ്പോൾ എന്തായാലും ഒരു ഫെമിനിസ്റ്റ് ക്യാരക്ടർ അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് അവർ എന്തായാലും മേക്കപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ്. അപ്പോൾ അവർ അതിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ ആയിരിക്കണം എന്നില്ല പലപ്പോഴും പുരുഷന്മാർ. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ താല്പര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തി സ്വാതന്ത്ര്യവും. സുജയ പാർവതി അങ്ങനെ പ്രതികരിച്ചതിൽ നമുക്ക് ഒന്നും തന്നെ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ട്രോളാൻ മാത്രമേ അതിലൊന്നും എനിക്ക് തോന്നിയില്ല.